ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് ഒരു പുതിയൊരു കിഡിലെ സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dങ്ങളൊക്കെ ഗൈസ് ഞാൻ എന്തായാലും ഒരു പുതിയൊരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. വെബ് സീരീസ് അല്ലാത്ത സ്റ്റോറി വീഡിയോ ആണ്. ഞാൻ ചിലപ്പോൾ നാളെ എന്തായാലും വെബ് സീരീസുകളൊക്കെ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ ഇന്നൊരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നതാണ്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിലൂടെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതിലൂടെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളൂ. ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞങ്ങൾക്ക് 497 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഫൈനലി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഉടനെ തന്നെ 500 അടിക്കാനുണ്ട്. 500 നമുക്ക് 1K ഒക്കെ അടിക്കാനുള്ളതാണ്. ഓക്കെ പ്ലീസ് എല്ലാവരും എന്നാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. വലുതായിട്ട് ആരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണമല്ലോ. പ്ലീസ് നിങ്ങൾ ആരും സബ്സ്ക്രൈബുകളൊന്നും ചെയ്യുന്നില്ല. കുറേ പേര് ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ പേരൊന്നും ചെയ്യുന്നില്ല. പ്ലീസ് എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്യും. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. അതുപോലെ തന്നെ വീഡിയോ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതിയതായിട്ട് വന്നവരെല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. ഓക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു കിടില സ്റ്റോറി വീഡിയോ ആയിട്ടാണ് കേസ് നമ്മളെന്തായാലും വന്നതാണ്. ഓക്കെ വെബ് സീരീസ് എല്ലാം സ്റ്റോറിയാണ്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് അതങ്ങനെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കിടിലെ സ്റ്റോറി വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അതങ്ങനെ നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇന്നലെ ഒരു വീഡിയോയും ഞങ്ങൾക്ക് ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാത്തതുകൊണ്ട് പോയി കാണാം. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു മെൻ്റലൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങനെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ആകെ ബോറടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഇന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ നമുക്കെന്തായാലും എവിടെ പോകണമെന്നാണ് ഞാൻ എന്തായാലും ആലോചിക്കണത് ഗൈസ്. ഓക്കെ നമുക്കിന്ന് എവിടെ പോകണമെന്നൊക്കെയാണ് ഞാൻ എന്തായാലും ആലോചിക്കണത് ഗൈസ്. ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്തു, നമുക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ നമ്മുടെ ഏതാണ് GTR എടുത്തുകൊണ്ട് വെളിയിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം ഗൈസ്. ഓക്കെ GTR എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാനായിട്ട് വേണം. ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നൈസായിട്ട് GTR കണക്ക് എടുക്കാം. ഓക്കെ GTR കണക്ക് എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങ് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം. ഓക്കെ നമുക്ക് കാര്യം നമുക്ക് നൈസായിട്ട് ബീച്ചിലോട്ടേക്ക് പോകാം. ഓക്കെ ബീച്ചിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്യാം. ഓക്കെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓരോ പണിയോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേസ്, അതുകൊണ്ടാണ്. ഓക്കെ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ബീച്ചിൽ പോയി ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ അങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ അയ്യോ വണ്ടി എൻ്റെ പൊന്ന് ചേട്ടാ നോക്കിയും കണ്ടൊക്കെ ഓടിക്കും, ബോധമല്ലാതെ കണ്ണടച്ചാണ് അങ്ങനെ ഒരു വണ്ടി ഓടിക്കണം. നേരെ കാര്യം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എന്തായാലും വണ്ടി കൊണ്ടെന്നാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഗൈസ് ഒരു ഫോൺ കോളും കാണാൻ പറഞ്ഞത് ആരാണ്? ഓക്കെ ഗൈസ് നമ്മുടെ ലെസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. നൈസായിട്ട് ഒരു കാര്യം നമുക്ക് വണ്ടിയും കണക്കെ നൈസായിട്ട് ഇവിടെ സൈഡിലും കണക്കെ പാർക്ക് ചെയ്യാം. ലെസ്റ്റർ എന്തിനാണ് ഇപ്പോൾ വിളിക്കണത് എന്തോ ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നൈസായിട്ട് ഫോണും കണക്കെ എടുത്ത് നോക്കാം. ഓക്കെ എടാ ലെസ്റ്ററെ എന്താടാ? എടാ ഫ്രാങ്ക്ലിന് നീ ഇപ്പോൾ ഫ്രീ തന്നെടാ? ഓടാ ഞാനെടാ ഫ്രീ തന്നെടാ, എനിക്കിവിടെ ബോറടിച്ചിട്ട് ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ബീച്ചിലേക്കൊന്ന് പോകാനായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. എന്താടാ ലെസ്റ്ററെ വിളിച്ച കാര്യം എന്ത്? പെട്ടെന്ന് പറ. എടാ ഫ്രാങ്ക്ലിന് ഞാനാണെങ്കിൽ നിനക്കൊരു ടാസ്ക് പറഞ്ഞുതരാം. ആ ഒരു ടാസ്ക് നീ കംപ്ലീറ്റ് ചെയ്ത് നിനക്ക് ലാഭമാണ് എനിക്കും ലാഭമാണ്. എന്താടാ ലെസ്റ്ററെ നീ ടാസ്ക് പറ. സംഭവിച്ച് റിസ്ക്കാണ്. നമ്മുടെ അയൺമാനില്ലേ, നമ്മുടെ അവഞ്ചേഴ്സിലുള്ള അയൺമാൻ അയൺമാനാണെങ്കിൽ പുതിയതായിട്ടൊരു വണ്ടിയൊക്കെ എടുത്ത്. അത് മാത്രമല്ല പുള്ളി ഇപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കണം. പുള്ളിയുടെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ നൈസായിട്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച്. അപ്പം ഞാനാണെങ്കിൽ നിനക്കൊരു ലൊക്കേഷൻ അയച്ചു തരാം. അപ്പോൾ അയൺമാനാണെങ്കിൽ ഒരു പുതിയതായിട്ടൊരു കിടില വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി നമുക്കൊന്ന് അടിച്ചു മാറ്റിയാലോ ഫ്രാങ്ക്ലിനെ, എന്ത് പറയണത് നീ? എടാ ലെസ്റ്ററെ വണ്ടി അടിച്ചു മാറ്റാം, പക്ഷെ അത് സീനില്ല. അത് പിന്നെ ഞാൻ ഇവിടുത്തെ പെരുങ്കളനാണല്ലോ, അതുകൊണ്ട് തന്നെ വണ്ടി അടിച്ചു മാറ്റൊക്കെ എളുപ്പമാണ്. ഓക്കെ പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അയൺമാൻ എങ്ങനെ എന്നെ എടുത്തിട്ട് ഇടിച്ച് കൊന്നാലാ? ഫ്രാങ്ക്ലിനോ നീ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക്. നിനക്ക് ഇത്രയും പ്രോ ആയിട്ടുള്ള ഒരാളല്ലേ നീ കുറേ വണ്ടികളൊക്കെ ഇതിനു മുമ്പേ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ.
നിനക്ക് കൊണ്ട് നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, അടിച്ചു മാറ്റാൻ വണ്ടി. ആണോ ലെസ്റ്ററെ? അങ്ങനെ നോക്കാം മാക്സിമം. എന്നാൽ ശരിയാടാ, വണ്ടി അടിച്ചോണ്ടി പറയണേ, ഞാൻ നിനക്ക് വേറൊരു ലൊക്കേഷനും കൂടെ അയച്ചു തരാം. അത് ഇനി പുതിയ വേറെ വല്ല വണ്ടി അടിച്ചു തരാനാ? അല്ലല്ലോ, വണ്ടി അടിച്ചു മാറ്റി കഴിഞ്ഞാൽ എസ്കേപ്പ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതായിരുന്നു. അതൊക്കെ അപ്പോൾ പറഞ്ഞുതരാം. ശരി, ഇപ്പോൾ നീ ഫോൺ വയ്ക്കുക, ഞാൻ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ലെസ്റ്ററിങ്ങളൊക്കെ എനിക്കൊരു ടാസ്കുകളൊക്കെ നൈസായിട്ട് തന്നത്. സംഭവം ഇച്ചിരി സീനാണ് വെച്ചാൽ അയൺമാൻ്റെ വണ്ടി അടിച്ചു മാറ്റാനാണ് ഗൈസ്. ഓക്കെ, അയൺമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അവഞ്ചേഴ്സിലുള്ള നമ്മുടെ അയൺമാൻ. ഓക്കെ, സംഭവം ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഓക്കെ, എന്നാലും നമുക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് എന്നാലും വരാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഡ്രസ്സൊക്കെ മാറി ഒരു കള്ളൻ്റെ വേഷമൊക്കെ ധരിക്കാം ഗൈസ്. ഓക്കെ, അയൺമാനെ നമ്മളെ നന്നായിട്ട് എന്തായാലും അറിയാം, നമ്മൾ അയൺമാൻ്റെ ഫ്രണ്ടൊക്കെയാണ്. ഓക്കെ, എന്നാലും പണി പാളണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറി വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, ഇതൊന്നും കൊണ്ടുപോകണ്ട. ഓക്കെ, ഞാൻ എന്തായാലും ഫുള്ള് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് എന്നാലും വരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനും കംപ്ലീറ്റ് റെഡി ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആ സ്ഥാനത്ത് ഒരു തൊപ്പിയൊക്കെ കയറ്റി ഫുള്ള് സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറ്റി ചുമ്മാ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എന്നെ മാക്സിമം സ്പോട്ട് ചെയ്യാതിരിക്കാനാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും അയൺമാൻ്റെ വണ്ടി അടിച്ച് മാറ്റാൻ പോകാം. നമുക്ക് ഏത് വണ്ടി എടുക്കാം? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡ്യൂക്ക് എടുക്കാം. നമ്മുടെ ഡ്യൂക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് എന്നാലും നമ്മുടെ ഡ്യൂക്ക് എടുക്കാം. നമ്മുടെ KTM ഒരു നൈസ് ബൈക്കുകളൊക്കെയാണ്. നമ്മുടെ GTR നൈസായിട്ട് മരത്തിൻ്റെ ഇവിടെ കൊണ്ടിട്ട്. ഓക്കെ, ബാക്കി വണ്ടികളൊക്കെ അവിടെ കിടക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതുവരെയായിട്ട് നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത്. ഓക്കെ, പുള്ളി എന്തായാലും ഒന്ന് ലൊക്കേഷൻ അയച്ചു തരട്ടോ. ഓക്കെ, ഇപ്പം അയക്കുമെന്ന് നോക്കി, ഇപ്പോഴായിട്ടൊക്കെ അയക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഫോണിലൊക്കെ ഒരു മെസ്സേജ് എന്നൊക്കെ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ലൊക്കേഷനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ലൊക്കേഷനുകളൊക്കെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. ഓക്കെ, അവന് ഹെൽമെറ്റൊക്കെ എടുത്തിട്ട്. ഓക്കെ, നോക്കുമ്പോൾ നമ്മൾ ഡ്യൂക്ക് എടുത്തുകൊണ്ട് കത്തിച്ച് നേരെ എന്തായാലും അയൺമാൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോകും. ലൊക്കേഷനുകളൊക്കെ നമുക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ലൊക്കേഷൻ ഇവിടെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഓക്കെ, കുറച്ച് ദൂരം പോയാൽ മതി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും അങ്ങോട്ട് എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം കേസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് അവളങ്ങനെ കുറേ നേരം അവളങ്ങനെ ഓടിച്ച് ഫൈനലി ഗൈസ് അവളങ്ങനെ നമ്മുടെ ഏതാണ് അയൺമാൻ്റെ വീട്ടിലോട്ടൊക്കെ നമ്മളങ്ങനെ ഫൈനലി എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അയൺമാൻ്റെ വീട്. ഈ ഒരു ഏതാണ് റൈറ്റ് സൈഡിലും കാണാം, വലിയൊരു വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺമാൻ്റെ വീട്. എൻ്റെ മോനെ ഗൈസ്, ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുറേ പ്രത്യേകത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, വീടിനല്ല വണ്ടിക്കാണ് വ്യത്യാസം. നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടിൻ്റെ കളറും പിന്നെ മെയിനായിട്ടുള്ള കളറെന്ന് വെച്ചാൽ റെഡ് അല്ലേ, അത് അനുസരിച്ചാണ് എന്തോ പുള്ളി ചെയ്തേക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ ഇവിടെ കിടക്കണ എല്ലാ വണ്ടികളും തന്നെ റെഡാണ്. ഇതാണ് ഈ അയൺമാൻ്റെ വീട്. ഇവിടെ ഹെൽമെറ്റ് കിടപ്പുണ്ട്, ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എൻഡവറുകളൊക്കെ കിടപ്പുണ്ട്, ഫോർഡ് എൻഡവർ പുതിയത് മോഡിഫൈഡാണ്. എൻ്റെ പിന്നെ അതൊരു റെഡാണ്. R15 ഉണ്ട്, അത് റെഡ്. ഹയബൂസ ഉണ്ട്, അതും റെഡ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സൂപ്പർ ഡ്യൂക്കില്ലേ സാറ് വേറെ ലെവലായിട്ടുള്ള അതും ഉണ്ട് അയൺമാൻ്റെ, അതും റെഡാണ്. പിന്നെ ഒരു സൈക്കിളും ഉണ്ട്, അതും റെഡാണ്. എൻ്റെ പൊന്നെ, അയൺമാൻ്റെ ഇത്രയും വണ്ടിയാണ്. നമ്മൾ അടിച്ചു മാറ്റേണ്ട വണ്ടി എവിടെയാണോ ഗൈസ്? ഇത് തന്നെയാണോ വണ്ടി? വെയിറ്റ് സ്നൈപ്പർ വെച്ച് നോക്കട്ടെ, ഇവിടെ ആരെങ്കിലും ഉണ്ടാകുന്നതോ. എനിക്ക് സ്നൈപ്പർ വെച്ച് നോക്കട്ടെ ഗൈസ്, ഇത് തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടിച്ചാരുടെ വണ്ടി ഇതാണ്, ലംബോർഗിനി. ഓക്കെ, നമുക്ക് ഈ ലാംബോർഗിനിയാണ് കേസ് എന്തായാലും അടിച്ച് മാറ്റേണ്ടത്. ഓക്കെ, ഈ വണ്ടിയാണ് നമുക്ക് എന്തായാലും അടിച്ച് മാറ്റേണ്ടത്. ഓക്കെ, നൈസ് വണ്ടിയാണ്. എൻ്റെ മോന് അലോയ്സൊക്കെ ഉണ്ട്, കിടില ഫ്യൂച്ചേഴ്സിക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റ് കാറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ലാംബോർഗിനിയാണ്. ഓക്കെ, ഇത് ലാംബോർഗിനി ടെർസ് ആണ്. ഓക്കെ, അത് ഞാൻ പറയാൻ പറഞ്ഞത്, ഇത് ലാംബോർഗിനി ടെർസ് ആണ്. ഓക്കെ, ഈ വണ്ടിയാണ് നമുക്ക് അടിച്ചു മാറ്റാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ 5 ഡോർ വെർഷൻ കിടപ്പുണ്ട്, ഇതും നമ്മുടെ അയൺമാൻ്റെയിലുണ്ട്. ഓക്കെ, ഇവിടെ താർ റോക്സ്. ഓക്കെ, എൻ്റെ പിന്നെ ഇപ്പം ഈ വണ്ടി അത്യാവശ്യം കുറേ പേരുടെ കയ്യിലൊക്കെ ഉണ്ട്. ഓക്കെ,
താർ റോക്സ്. ഇങ്ങേരെ കയ്യിൽ എല്ലാ താറും ഉണ്ട്. ഓക്കെ, മോഡിഫൈഡും ഉണ്ട്, പഴയതും ഉണ്ട്, എല്ലാ താറും ഉണ്ട്, റോക്സും ഉണ്ട്. ഓക്കെ, നമുക്ക് അടിച്ചു പറ്റേണ്ട ഈ വണ്ടിയാണ്. ഈ വണ്ടി ലോക്കാണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ഈ വണ്ടി മാത്രം മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഈ വണ്ടി ലോക്കാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും വീടിൻ്റെ അകത്തറിയാം. അയൺമാൻ കാണില്ല. അയൺമാൻ ഇവിടെ ഉണ്ടെങ്കിൽ തീർന്നു. ഓക്കെ, അയൺമാൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കണത്. ഈ വീടിന് ഡോറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് വല്ലവരും പേടിക്കണ്ട. ഫസ്റ്റ് നമുക്ക് കിച്ചണിൽ നോക്കാം. അയൺമാൻ ഇവിടെ വല്ല ഒളിപ്പിച്ചായിരിക്കണം. ചില അത്രയും റെയർ കാറാണ് അയൺമാൻ്റെ കയ്യിലുള്ള. ഇവിടെ ഈ റോയിലൊക്കെ നോക്കാം. ഗൈസ്, നമുക്കൊരു വണ്ടിയുടെ കീ കിട്ടിയത് അതിൻ്റെ. ഓ, ഇത് തന്നെയാണ്. എൻ്റെ പൊന്നെ, എനിക്ക് നേരത്തെ ചെറിയ സംശയം ഉണ്ടായിരുന്നു അയൺമാൻ മിക്കവാറും കിച്ചണിലായിരിക്കും കീ ഒളിപ്പിക്കണേന്ന്. നമുക്കിത് ഈ ലംബോർഗിനി ടെർസോടെ കീ കിട്ടി. ഇനി പേടിക്കണ്ട. ഇനി നമുക്ക് നൈസായിട്ട് ഈ വണ്ടി നൈസായിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ലോക്ക് മാറ്റി. മിക്കവാറും പോലീസ് കേസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടിയും കയറലൊക്കെ നൈസായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ വെളിയിലോട്ട് വന്ന് ഇറക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ ഇറക്കാം. ഓക്കെ, ആരും കാണണ്ട. എനിക്ക് ഇവിടെ ഒരു താർ റോക്സ് ഇറക്കണം. അതെടുക്കണമെന്ന് എനിക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കത് എടുക്കുന്ന ടൈമില്ല. നമുക്ക് ഈ ടെർസയും കൊണ്ട് എസ്കേപ്പ് ആവാൻ കേസ്. ഓക്കെ, ഈ വണ്ടിയൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ എന്തുമാത്രം പൈസ കിട്ടുമായിരിക്കുമല്ലോ. ഇത് ഇറക്കം ഇച്ചിരി സീനാണ്. മിക്കവാറും ചാടിച്ചിറക്കേണ്ടി വരും. ഓ, എങ്ങനെയൊക്കെയോ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സൈഡ് നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്കൊരു കാര്യം, നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് കത്തിച്ച് എന്തായാലും വിടാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും കേസ് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഇതെന്താണ് പോലീസൊക്കെ? അയ്യോ കേസ്, നൈസായിട്ട് പണിപാളി. എൻ്റെ പൊന്നെ, ഈ അയൺമാനെ കൊണ്ട് ഞാൻ തോറ്റ്. വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണേ എങ്ങനെ അയൺമാൻ അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് ഗായ്സ്, അയൺമാനാണെങ്കിൽ ഇവിടെ പോലീസുകാരെ വിളിച്ച പോലത്തെ ചെയ്ത് കേസ്. അത് മാത്രമല്ല, ഈ വണ്ടിയുടെ ഒരു ഡോറും പോയി. കാര്യം എൻ്റെ പൊന്നെ, ഈ പോലീസുകാരന്മാർ എന്താണ് കാണിക്കണ? നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഡോറുള്ളായി പോയി. വണ്ടി എന്ത് വിലയുള്ള വണ്ടി എന്ന് പറയാം. ഇതിൻ്റെ പാർട്സൊക്കെ തന്നെ വാങ്ങാനായിട്ട് എത്ര രൂപ ആവുമെന്തോ. പറ്റുമെങ്കിൽ ഡോർ എടുക്കാം നമുക്ക്. എൻ്റെ മോനെ കേസ് നൈസായിട്ട് പണിപ്പാളി. ആ വണ്ടി പോയി. അയ്യോ, പോലീസുകാരനെ എടുത്തിട്ടിടിക്കുകയാണല്ലോ. ഒന്ന് എണീക്കടാ. ഒരു കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും ആ വണ്ടി എടുത്തോണ്ട് ഒറ്റ ഓട്ടം അങ്ങ് വിടാൻ കേസ്. ഒന്നും നോക്കണ്ട, ആ വണ്ടി എടുക്കാം നമുക്ക്. ഓക്കെ, 2000 years later. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി കേസ് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ പഴയതുപോലെ എന്തായാലും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു സ്റ്റാറും കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു സ്റ്റാർ പോയി. ഓക്കെ, ഞാൻ അവനെ പോണ വഴിക്കാണെങ്കിൽ സൈഡിലാണെങ്കിൽ ഓട്ടോ റിപ്പയർ കസ്റ്റംസ് കണ്ടപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഒന്ന് നൈസായിട്ട് കയറ്റി. അങ്ങോട്ട് കയറ്റിയിട്ടാണ് ഞാൻ വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് പണിഞ്ഞു. ഓക്കെ, ഞാൻ പോണ വഴിക്ക് ആ ജുറാസി പാർക്കിൻ്റെ അവിടെ പോയിട്ടാണെങ്കിൽ ഈ വണ്ടിയുടെ ആണെങ്കിൽ ഇളവിപ്പോയ കളഞ്ഞ ഒരു ഡോറില്ലേ, ആ ഒരു ഡോറും കൂടെ നൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോർ എടുത്തിട്ട് ഒന്നും നോക്കിയില്ല. ഈ വണ്ടിയുടെ നൈട്രോ ഒക്കെ കത്തിച്ച് വിട്ട് നേരെ ആ ഒരു കസ്റ്റംസിലോട്ട് വിട്ടു. എന്നിട്ട് ഈ വണ്ടിയുടെ ഡോറൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ച് റെഡിയാക്കി ശരിയാക്കി ഒന്ന് എടുത്തിട്ട് ഈ വണ്ടിയിലിട്ട് എന്നിട്ട് ഈ വണ്ടി ഫുള്ളായിട്ട് റിപ്പയർ ചെയ്തെടുത്തു. ഓക്കെ, ഡോറൊന്നും മാറ്റിയില്ലെങ്കിലും ഏകദേശം ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ. എൻ്റെ പിന്നെ ലോട്ട്സ് ഓഫ് ക്യാഷ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പിന്നെ കുറേ അടുത്തൊന്നൊക്കെ അടിച്ച് മാറ്റിയതൊക്കെ എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട്. ഓക്കെ, ഇവിടെ പോലീസ് സ്റ്റേഷൻ ഒന്നും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു സ്റ്റേഷൻ ഉണ്ടൊക്കെ, പക്ഷേ ഒറ്റ പോലീസുകാർ പോലും ഇല്ല കേസ്. ഓക്കെ, നമ്മളൊരു വലുതായിട്ട് ആളില്ലാത്തൊരു ഏരിയയിലോട്ടാണ് വന്നത്. ഓക്കെ, വണ്ടി മാക്സിമം ഡാമേജ് ആവാൻ നോക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി ഇറക്കിയോളൂ. ഇപ്പോൾ തന്നെ അല്ലാതെ തട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ഈ വണ്ടി വിൽക്കാനുള്ള തന്നെയാണ്. ഞാൻ വിചാരിച്ച് ഈ വണ്ടി കയ്യിൽ നിന്ന് പോയെന്ന്. ഈ വണ്ടി നേരത്തെ മറിഞ്ഞപ്പോഴൊക്കെ. എന്നിട്ട് നമ്മൾ പോയി എടുത്ത് ഈ വണ്ടി ഫുള്ള് ശരിയാക്കി. ഓക്കെ, ഡോറൊക്കെ ശരിയാക്കി. ഓക്കെ, നമുക്ക് നല്ല വണ്ടി ഇടിക്കാതെ എന്നാലും പോകും. നല്ല സ്പീഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടിയുടെ. അതുപോലെ ഈ ഇൻറ്റീരിയറുകളൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. കുറേ ലൈറ്റൊക്കെ ഉണ്ട്. ഒരു കോൺസെപ്റ്റ് മോഡലാണ് അവിടെ ഒരു ടെർസോ എന്നുള്ള ഈ ഒരു കാറും കാര്യങ്ങളൊക്കെ. നൈസ് വണ്ടി വെച്ചാൽ നൈസ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് കേസ്. ഓക്കെ, നല്ല സ്പീഡെന്ന് വെച്ചാൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ്റെ വാണ്ട ലെവലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് പതുക്കെ എന്നാലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രിഫ്റ്റൊക്കെ ചെയ്തെടുക്കാം കേസ്. ഓക്കെ, കാർസെല്ലാം നമുക്ക് ഇതിലേക്കൂടെ അല്ല പോകേണ്ടത്. ഓക്കെ, നമ്മുടെ വാണ്ട ലെവൽ കണക്കെ പോയി. ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും നമുക്ക് എന്തായാലും പോകാം കേസ്. ഇതിൻ്റെ ഡോറൊക്കെ തുറക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലോക്കിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കയറ്റി റിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ പക്ഷേ വണ്ടി റിപ്പയർ ചെയ്ത് ഇറങ്ങിയപ്പോഴും പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതിൻ്റെ അകത്ത് നിന്നിരുന്നു. ഓക്കെ, ഞാൻ പിന്നെ വെളിയിലോട്ട്
ഇറങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ച് പോലീസുകാരെല്ലാവരും പോയെന്ന്, പിന്നെയല്ലേ മനസ്സിലായ ആൾക്കാരൊന്നും പോയിട്ടില്ല. ഓക്കെ, ഇവരാണെങ്കിൽ നമ്മുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് വന്നു. ഓക്കെ, ഇത് അയൺമാൻ്റെ കാറും കൂടെയാണ്. ഓക്കെ, ഞാൻ അയൺമാൻ എങ്ങാനും എന്നെ പൊക്കിക്കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, നമ്മൾ നല്ല സ്പീഡിൽ എന്തായാലും പോവുകയാണ്. നമുക്ക് എന്തായാലും തിരിച്ച് വേറെ സിറ്റിയിലോട്ട് പോയി. ഇതെന്താണ് എൻ്റെ മോനെ, നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോയി. വണ്ടിയുടെ കുഴപ്പം ഇതാണ്, എൻ്റെ മുമ്പ് വണ്ടിയെ കാണാനേ ഇല്ല. എൻ്റെ ആളി അത് അങ്ങ് പോയി. ഒരു കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും അതും എടുത്തോണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് എന്തായാലും പോകാം ഗൈസ്, അല്ലാതിനൊന്നും നടക്കത്തില്ല. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, കുറേ പേരൊക്കെ ഇത് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ കുറേ പേരൊന്നും ലൈക്കും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം. ആരും ഇതിനായിട്ട് ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി പേ ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഓക്കെ.